എന്തൊരു കഥയെന്നറിയോ? അങ്ങനെ പറഞ്ഞ ഇന്നത്തെ എൻ്റെ വായനാനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാൻ കഴിയൂ. ഇങ്ങനെ മനസ്സ് പിടിച്ചടക്കൽ മാന്ത്രികയുള്ള കഥകൾ അത് അപൂർവമായിട്ടാണ് വരിക. അത്രയ്ക്ക് മനോഹരമായൊരു കഥ. ഞങ്ങൾ കുറേ പെണ്ണുങ്ങൾ ചേർന്ന് ഒരു എഴുത്ത് വായന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അതിലൊരു സൂപ്പർ ആക്റ്റീവ്, എല്ലാവരും തന്നെ നല്ല ആക്റ്റീവാണ്, അതിൽ മെമ്പറായ കവിതാസുനിലാണ് ആദ്യം ഈ കഥയെക്കുറിച്ച് എന്തൊരു സംഭവം എന്ന അത്ഭുതത്തോടെയും അതിശയത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ ഈ കഥയെക്കുറിച്ച് പോസ്റ്റ് ചെയ്തത്. കവിത റെക്കമെൻഡ് ചെയ്ത കഥ, പ്രിയ എസിൻ്റെ കഥ, മാതൃഭൂമിയിൽ വന്ന കഥ തീർച്ചയായിട്ടും വായിക്കണം എന്ന് മനസ്സിലോർത്തു. അപ്പോഴാണ് ഇതെൻ്റെ കഥയാണ്, ഇത് നിൻ്റെ കഥയാണ്, ഇതെന്തൊരു കഥയാണ് എന്നും പറഞ്ഞുകൊണ്ട് കമൻറ്റുകളുടെ പെരുമഴ ഗ്രൂപ്പിൽ. എന്തമ്മോ അതൊന്ന് വായിക്കണമെന്ന് വീണ്ടും ഓർത്തു. പക്ഷേ ഓരോ തിരക്കുകളായി ഇങ്ങനെ ഓടുകയാണ്. മാതൃഭൂമി ഒന്ന് എടുത്ത് കയ്യിലെടുത്ത് ഇരിക്കാൻ സത്യത്തിൽ സമയം കിട്ടാത്ത തിരക്ക്, എന്ത് തിരക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശാരദക്കുട്ടി ഭാരതിക്കുട്ടി എഴുത്തുകാരി കുറിപ്പ് FBയിൽ കണ്ടത്. അതിങ്ങനെയായിരുന്നു: ഈ അസ്വസ്ഥ സായാഹ്നത്തിന് പ്രിയയോട് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ പതിവ് ബസ്സിലാണ്. കഥ അപ്പം ഞാൻ വായിക്കാത്തതുകൊണ്ട് ഏത് ബസ്സിലെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ശാരിച്ചേച്ചി സ്ഥിരം പോകുന്ന എന്തോ ബസ്സാന്ന്. ചോദിക്കാതെ തന്നെ എല്ലാവരോടും ജീവിതം പറയുന്ന ഒരുവളെ എനിക്ക് പിടിച്ച് അടുത്തിരുത്തണം. ചുക്കിച്ചെളിഞ്ഞ കൈകൾക്ക് ഇണങ്ങുന്നില്ലെന്നറിഞ്ഞും ഞാൻ വാങ്ങിക്കൂട്ടിയ മൺവളകൾ അവളുടെ കയ്യിൽ അണിയിച്ചു കൊടുക്കണം. ജീവിതം തേടി നടക്കുന്ന പെണ്ണുങ്ങൾക്ക് ഈ കഥ മനസ്സിലാവൂ. അല്ലാത്തവർക്ക് എന്ത് കുന്തമായാൽ എനിക്കെന്ത്. അപ്പം എനിക്ക് ഉറപ്പായി അത് എനിക്ക് പറഞ്ഞിട്ടുള്ള കഥയല്ല. കാരണം ഞാൻ ജീവിതം തേടി നടക്കുന്നവളാണെന്ന് എനിക്കൊരിക്കലും എന്നെക്കുറിച്ച് തോന്നിയിട്ടില്ല, തോന്നേണ്ട കാര്യമില്ല. കിട്ടിയ ജീവിതം ഏറ്റവും മനോഹരമാണെന്ന് കണ്ടെത്തുകയും ആ ജീവിതത്തിനെ എനിക്കാകാവുന്ന എത്ര ആഘോഷമായിട്ട് കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അപ്പോൾ അതെൻ്റെ കഥയല്ല, എന്നാലും കുഴപ്പമില്ല, എല്ലാവരുടെയും കഥയല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ള കഥയല്ലേ, വായിക്കുക തന്നെ എന്ന് ഉറപ്പിച്ചു. അങ്ങനെയാണ് ഇന്ന് പുലർച്ചെ മൃണ്മയം എന്ന കഥയെടുത്ത് കയ്യിൽ പിടിച്ചത്. ഉറപ്പ് മുൻവിധിയോടെയാണ് വായിക്കാനിടുന്നത്. കാരണം എൻ്റെ കഥയല്ലല്ലോ, ജീവിതം തേടി നടക്കുന്ന ഒരുവളുടെ കഥയല്ലേ. ഒരു സ്വന്തം ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് വണ്ടിയും കൊണ്ടുപോകുന്ന ഒരു ജോണ് എൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് അത് എൻ്റെ കഥയല്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോട് തന്നെ വായിച്ചു വരുമ്പോഴാണ് അവളുടെ യാത്ര എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും മനസ്സിലായത്. വർഷങ്ങളായി നമ്മൾ പലരും, ഞാൻ ഉൾപ്പെടെ, വായിച്ചു തീർന്നപ്പോൾ ഇത് എൻ്റെ കഥയും കൂടെ ആകുന്നത് അങ്ങനെയാണ്. പലപ്പോഴും നേരിടുന്ന ചോദ്യമാണ്: എന്തിനാണ് സ്വന്തമായ ഒരു സമയം, എന്തിനാണ് സ്വന്തമായ ആഹ്ലാദങ്ങൾ? എവിടെയും ആഹ്ലാദങ്ങൾ കണ്ടുപിടിക്കാനും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വല്ലാതെ മനസ്സങ്ങ് അഭിരമിപ്പിക്കാനും ഒക്കെയുള്ള ആ ത്വര, അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ശൂന്യതയുണ്ടോയെന്ന്. സത്യം പറയട്ടെ, ജീവിതം ആസ്വദിക്കുന്നവൾക്കും ഇത്തരം ഒരു യാത്ര പലപ്പോഴും വളരെ സന്തോഷകരമായിരിക്കും. രാവിലെ മുതൽ സ്വന്തമായ ഒരു സമയം, സ്വന്തമായ ചന്തങ്ങൾ, സ്വന്തമായ അഭിരുചികൾ, അത് പതിവ് തെറ്റിച്ച് നിങ്ങൾ കഥ വായിക്കുമ്പോൾ അറിയാം. ഒരു കുഞ്ഞിനെ, നമ്മളെന്തല്ലേ, ഒരു കുഞ്ഞിനെ വീട്ടിലിട്ടിട്ടാണ് ഈ സ്വന്തമായ ഒരു യാത്രയ്ക്ക് ഒരു സ്ത്രീ പോണേ. സാധാരണ ഏത് കഥയിലാണെങ്കിലും നമ്മുടെ ക്ലീശേ കഥകളിൽ എവളെപ്പോലൊരു ചീത്ത സ്ത്രീ ലോകത്തുണ്ടോ? ഇല്ല. ഞങ്ങൾ ആരും ചീത്ത സ്ത്രീകളും നല്ല സ്ത്രീകളും ഒന്നുമല്ല, ഞങ്ങൾ വ്യക്തികൾ മാത്രമാണ്. മൃണ്മയം എന്ന കഥ അത് തന്നെയല്ലേ പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഏതെല്ലാം അടരുകളിൽ വായിക്കപ്പെടാവുന്ന ഒരു കഥയാണ് അത്. നമ്മുടെ ചുമലിലുള്ള എല്ലാ കർത്തവ്യങ്ങളും, എല്ലാ നിരാസങ്ങളും, എല്ലാ സന്തോഷങ്ങളും, സങ്കടങ്ങളും, നമ്മുടെ ആഗ്രഹങ്ങൾ, എന്തൊക്കെയോ എത്തിപ്പിടിക്കാനുള്ള മോഹങ്ങൾ, ഇതൊക്കെ ഉള്ളപ്പോഴും ഒരു സ്പേസ് കണ്ടെത്തി ആ സ്പേസിൽ നിന്ന് ശ്വാസം എടുത്ത്, ഈ കടലിലൂടെ ഇങ്ങനെ പോകുന്ന മീനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അന്തരീക്ഷത്തിലോട്ട് വന്ന് ശ്വാസം എടുക്കില്ലേ, അതുപോലെ ശ്വാസം എടുക്കുന്ന ഒരു സ്ത്രീയുടെ കഥ, ഒരു സ്ത്രീയുടെ അല്ല, ഞങ്ങളെല്ലാ സ്ത്രീകളുടെയും കഥയായി മൃണ്മയം മാറുന്നത് ആ ഒരു ദശാസന്ധിയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് സെൻറ്റൻസ് മനസ്സിൽ ബാക്കി നിൽക്കുന്നുണ്ട്. ഒറ്റ വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കൂടി, ഞാൻ വായിക്കാതെ തന്നെ ആ സെൻറ്റൻസ് പറയട്ടെ: ചെരുപ്പ് പൊട്ടിയതിന് ശേഷം മറ്റൊരു ചെരുപ്പ് അന്വേഷിക്കുന്നതിലും നല്ലതാണ് ചെരുപ്പ് പൊട്ടുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ചെരുപ്പ് കണ്ടെത്തുക. വളരെ കൃത്യമല്ലേ, എന്തെല്ലാം കാര്യതാണ്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾക്കിടയിൽ നമ്മൾ
നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നും നമുക്കുമിടയിൽ ഊഞ്ഞാലാടുന്ന അകലത്തിനെ ഓടിച്ചു കളയാനായി യാതൊരു ശുഭാപ്തി വിശ്വാസമോ അടിസ്ഥാനമോ ഇല്ലാതെ എടുക്കുന്ന ചില ചുവടുകൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മൾ എത്രയോ തവണ, അവിടെ സ്ത്രീ പുരുഷനൊന്നുമില്ല, അഗാധമായ ഏതെങ്കിലും ഒരു സ്നേഹത്തിൽ, ബന്ധത്തിൽ, ഇതെനിക്കില്ലാതെ വയ്യ എന്ന തിരിച്ചറിവിൽ നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എടുക്കുന്ന ചുവടല്ലേ അത്? ശുഭാപ്തി വിശ്വാസം ഒന്നും മാത്രമായിരിക്കും, ലോജിക്കലി ഇറ്റ് മേ ബി റോങ്, ഒക്കെ റോങ് ആയിരിക്കും. പക്ഷേ ഇല്ല, ഇത് ഞാൻ ശരിയാക്കിയേ പറ്റൂ എന്ന തീരുമാനത്തിലെടുത്ത എത്രയോ ചുവടുകളുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെയും ജീവിതത്തിൽ ഇത്തരം ചുവടുകളെപ്പറ്റി, ഇത്തരം ആശ്വാസത്തെപ്പറ്റി, ഇത്തരമൊരു ശ്വാസമെടുക്കലിനെ പറ്റി ഓർമ്മിപ്പിക്കുകയും അതെൻ്റെ റൈറ്റാണ് എന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ഈ കഥ എൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. ജീവിതം ആസ്വദിക്കുന്ന, ജീവിതം നയിക്കുന്ന, ജീവിതം തേടുന്ന ഏത് കാറ്റഗറിയിലുള്ള ആളായിക്കോട്ടെ നിങ്ങൾ, അതിന് അവൾ അവൻ എന്നൊന്നുമില്ല. നിങ്ങളുടെ കഥയാണ് ഈ മൃണ്മയം. പ്രിയ, ഹാറ്റ്സ് ഓഫ് ടു യു. താങ്ക് യു. ശുഭരാത്രി.